എന്നാലേ ഈ കല്യാണം നടക്കാതിരിക്കും. ഇപ്പൊ അവരോട് ഇത് പറയണ്ടെന്ന് പറഞ്ഞാൽ എങ്ങനെ ശരിയാവും? ഒന്നും അറിയാത്ത പോലെ സംസാരിക്കല്ലേ. നമ്മൾ പറഞ്ഞ അമ്മായി അരവിന്ദേട്ടനും വിശ്വസിക്കോ? നമ്മുടെ കയ്യിൽ ഒരു തെളിവും ഇല്ല. കല്യാണം മുടക്കാൻ വേണ്ടിയിട്ട് പറയുന്നൊക്കെ പറഞ്ഞ് നമ്മളോട് വഴക്കിന് വരുന്നല്ലാതെ ഒരു ഗുണവും ഇല്ല. പിന്നെ സ്ഥിരമായിട്ട് നടക്കുന്ന പോലെ പ്രശ്നങ്ങളുണ്ടാവും. ഞാൻ പറയുന്ന ഒന്ന് കേൾക്ക്. ഇപ്പൊ ഒന്നും പറയാൻ പോണ്ട. CCTV ഫുട്ടേജ് കിട്ടിയ ശേഷം നമുക്ക് വേണ്ട പോലെ ചെയ്യാം. രമേശേട്ടാ സൂക്ഷിച്ച്. നിങ്ങൾ എവിടെ പോയിരുന്നു? ഒരു അത്യാവശ്യ കാര്യം ഉണ്ടായിരുന്നു സാർ. സൂക്ഷിച്ച് ആന്റി, ഞാൻ പിടിച്ചോളാം. കുഴപ്പമില്ല മോളെ, സാരില്ല. ഞാൻ കല്യാണം കഴിക്കാൻ പോകുന്ന ആളല്ലേ. ആഹാ. വാ. വല്യളിയ ആന തുമ്പിക്കേക്ക് ചുറ്റിപ്പിടിക്കുന്ന പോലെ പിടിക്കാതെ ശ്വാസം മുട്ടുന്നു. എന്റെ ഒരു കാലിനെ ചതവുള്ളൂ. മറ്റേക്കാറ്റ് ഫ്രീ ആണ്. ഒന്ന് വെച്ച് തന്നാലുണ്ടല്ലോ. പിടിച്ചോ, മുറുക്കം പിടിച്ചോ. അച്ചോട്ടി, എനിക്ക് കുടിക്കാൻ ഒരു പ്രോട്ടീൻ ഷേക്ക് എടുത്തു. മൊത്തം ഭാരം എന്റെ ചുമല്ല. പതുക്കെ. ഓ എടാ, പതുക്കെ സൂക്ഷിച്ച് സൂക്ഷിച്ച് മോനെ. അയ്യോ, എന്റെ ശ്രേയമോൾ എത്ര വലിയ ഓഫീസറാണെന്ന് പറഞ്ഞാലും ഒരു ഭാര്യയുടെ കടമയൊക്കെ ഇപ്പോഴേ ചെയ്തു തുടങ്ങി. മോനെ, നീ ഭാഗ്യം ചെയ്തവനാടാ. മോളെ പോലെ ഒരു പെൺകുട്ടിയെ നിനക്ക് കിട്ടിയില്ലേ. മാഡം, താങ്ക്സ്. എന്തിനാ അരവിന്ദ് താങ്ക്സ് ഒക്കെ? ആന്റി പറഞ്ഞല്ലോ എന്റെ കടമയാണെന്ന്. ആ ശരിയാ. ജീവിതത്തിലേക്ക് വരാൻ പോകുന്ന പെൺകുട്ടിയോട് താങ്ക്സ് പറയേണ്ട ആവശ്യമില്ലല്ലോ. ഞാൻ പറഞ്ഞ താങ്ക്സ് തിരിച്ചെടുത്തു. അരവിന്ദേ, വീണത് ഓർത്തിരിക്കല്ലേ. എത്രയും പെട്ടെന്ന് ഇതിൽ നിന്നും പുറത്തു വരണം. അരവിന്ദിന് അത് പറ്റും. മോള് കൂടെയുള്ളപ്പോ ഒന്നും പേടിക്കാനില്ലെന്നേ. അത്രയ്ക്ക് ആത്മവിശ്വാസം ഉണ്ടാവുമല്ലോ. അതെ മാഡം. ആത്മവിശ്വാസം കൊടുക്കുന്ന ഒരാള്. ചേട്ടാ ഒന്നും മിണ്ടായിരിക്കുന്നുണ്ടോ? അവര് കേൾക്കും. എല്ലാം ചെയ്യിച്ചിട്ട് ഒന്നും അറിയാത്ത പോലെ അഭിനയിക്കുന്നുണ്ടല്ലേ. ശ്രേയക്കൊരു ഷോക്ക് കൊടുക്കാൻ നമുക്ക്. അക്കുച്ചേട്ടൻ വെയിറ്റ് ചെയ്യും. ഇപ്പൊ അക്കുച്ചേട്ടൻ ഒന്നും മിണ്ടായിരിക്കേ. വാ, വെളിയിലോട്ട് വാ. ആന്റി, അരവിന്ദനെ നന്നായി നോക്കണം. ഷാർപ്പ് ടൈമിൽ മെഡിസിൻ കൊടുക്കണം. അതൊക്കെ ഞാനും അശ്വതി നോക്കിക്കോളാം. അതെ ശ്രേയ, കല്യാണത്തിന് അരവിന്ദ് ഉഷാറായി സ്മാർട്ടായി വരും. താങ്ക്സ്. എങ്കിൽ ഞാൻ ഇറങ്ങിക്കോട്ടെ. ശരി മോളെ. അരവിന്ദ്, ഞാൻ പോയിട്ട് വരാം. ഓക്കെ മാഡം.